അപ്പോൾ രണ്ടാമത്തെ ദിവസം ഹായ് ഗൈസ്. രണ്ടാമത്തെ ദിവസം ഇപ്പോൾ 6 മണി 6:06 അതെ. ത്രംബകേശ്വറിന് ഹരിയർ ഫോർട്ടിലേക്കുള്ള ഓട്ടോ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇല്യാസ് ഭായിൻ്റെ അല്ലേ. അപ്പോൾ ഇതാക്കണം, ബുക്ക് ചെയ്യണം. എന്നിട്ട് എന്താക്കും, നേരെ ഹരിയർ ഫോർട്ടിലേക്ക്. ഏകദേശം 400 രൂപയാണ് പറഞ്ഞത്. അപ്പ് ആൻഡ് ഡൗൺ 800 രൂപ. പിന്നെ ഷെയർ ഓട്ടോ ആണെങ്കിൽ 100 രൂപ 50 രൂപ 100 രൂപയ്ക്കെല്ലാം കിട്ടുമായിരിക്കും. എന്നാലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ചായ കുടിക്കട്ടെ. നല്ല ചായ ഇവിടുത്തെ 10 രൂപ. നല്ല ജിഞ്ചർ ടീ ഉണ്ട്. ഒരൊത്ത തണുപ്പ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതന്നെ ഇരുട് തന്നെ. ഇവിടെ 7 മണിയാവും തോന്നുന്നു. മറ്റേ അവിടുത്തെ പള്ളിയിൽ 6:10 വാങ്ങ് കൊടുത്ത് സുബൈന് 6:00 ഇതാകുന്നത്. അപ്പൊ കൂടുതൽ വീഡിയോ ആയി വെച്ച് അടുത്ത ക്ലിപ്പിൽ. അതെ, സാബുവിന് അരി കൊണ്ടുള്ള ചോറ്, കിച്ചടി രാവിലേക്ക്. ഇത് രാവിലെ തന്നെ. ഓ ഏതാ ചായ? നല്ല ചായയും ബദാം വലയും റെഡിയായി വരുന്നു. ഞങ്ങൾ ആദ്യം രാത്രി ഇല്യാസ് ഭായിനോട് രാവിലെ 6 മണിക്കേക്ക് ഓട്ടോ വരണമെന്ന് സ്പെഷ്യലാക്കി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ ഓട്ടോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ 6 മണിക്ക് 6:30 അങ്ങനെ ഇല്യാസ് ഭായ് വന്നു. ഇല്യാസ് ഭായിയുടെ ഓട്ടോയിൽ ഹരിയർ ഫോർട്ടിൻ്റെ ബേസ് ക്യാമ്പ് വരെ ഞങ്ങൾ പുറപ്പെട്ടു. മനോഹരമായ കർഷകവാടയിൽ വഴി സൺറൈസ് അതന്നെ. റൈനാസ് നമ്മളത്തെ അതാണ് പോയി. ഫോട്ടോ എടുത്താലോ? അയ്യാ ഇതൊരു ഫോട്ടോ ഇതല്ലേ, നല്ല രസം. മറ്റേ പോകല്ലേ. ഓ നമ്മളെ ഹരിഹർ ഫോർട്ടിലേക്കുള്ള യാത്രയിലാണ്. സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുത്ത് ബ്യൂട്ടിഫുള്ള്. ഇതൊക്കെ എങ്ങോട്ടേക്കാ? എന്താ ക്ലിയർ? നല്ല ക്ലിയർ, നല്ല ക്ലിയർ. वो साइड जाता है नीलगुड़पाड़ा, ये साइड हर्षावाड़ी. उधर में होटल है, उधर में पूछने का हर्षावाड़ी जाने का. ഇത് ഹരിയർ ഫോർട്ടിലേക്കുള്ള ചെക്കിങ് അല്ല ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് 300 രൂപ ടിക്കറ്റ് എടുത്ത് 30 രൂപ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഷോപ്പുകളും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹരിയർ ഫോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് വളരെ റഷ് കുറവാണ്. 2 വണ്ടിയിലുള്ള ആളുണ്ട്. അപ്പം മങ്ങിക്കൊന്നും കിട്ടൂലല്ലോ. നമ്മളിന്ന് അടിച്ചു മാറ്റലാണ് ഉണ്ടാവും കേട്ടോ. ഇറങ്ങാൻ പറഞ്ഞ സൈക്കിൾ ഉണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ബൈക്ക് ഉണ്ടെങ്കിൽ അതെ. ഇവിടെ റൂമെല്ലാം ഉണ്ട് എന്നുള്ള എഴുതി വെച്ചേക്ക്. ഉണ്ടോ എന്നുള്ള അറിയില്ല. അതെ ആ റൂം അവൈലബിൾ തന്നെ ആയിരിക്കും. ഇവിടെ റൂമൊക്കെ എടുക്കുക, നേരത്തെ തന്നെ പോവാ.
ഹോമറിന് 5 മണിക്കൂർ വന്നാ എന്താ സൈക്കിൾ ഇനിയും പോവും. നമ്മൾ ചോദിക്കറ്റാന്നോ ഡൗട്ടില്ല. ആ മറ്റേതല്ല ഇനി വന്ന സാധനമല്ല അതന്നെ പറഞ്ഞു. ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ടൈം ആകുമ്പോൾ ചിലപ്പോൾ കിട്ടിയില്ല എന്നില്ല, പക്ഷേങ്കിൽ ചാൻസ് വളരെ കുറവാണ്. അറിയില്ല കൊല്ലൊക്കെ തരുമ്പോട്ടോ ഷുഗറൊന്നുമില്ല, ചൂണ്ടൽ പിന്നെ ഏത് ഓ ഇല്ല അത് ഇതില്ലല്ലോ, ഡു നോട്ട് ഇൻ ടു ദ റിവർ ലയിക്കല്ലടാ. ഞാൻ വിചാരിച്ചത് ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതേ ചൂട് മറ്റൊന്നുമില്ല, മൊത്തം തണുപ്പായിരുന്നു, നല്ല കാറ്റുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം ഈ ട്രക്കിംഗ് കയറ്റം സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അതുവരെ അധികം പ്രയാസമില്ലാത്ത കയറ്റമാണ്, ബുദ്ധിമുട്ടുന്നില്ല. ഇപ്പോൾ മോശമൊന്നുമില്ല, മേക്കാലത്ത് ഉഷാറായിരിക്കും തന്നെ. കാണുന്ന ഹരിഹർ ഫോർട്ട് തിരണിയിൽ കാണുവാനാക്കില്ലല്ലോ. ആ സൈഡിലോട്ട് നടന്നിട്ട് കാണണം നമ്മൾ. വാ അതിൻ്റെ ഇത് പോയില്ലേ. ഹരിഹർ ഫോർട്ട് എന്താ കുത്തിറക്കം വന്നില്ല, ഈ തിരുണിയിലാണ്. ഈ ഒരു ആടെ ചെറിയൊരു കൊടി കാണാൻ പറ്റും, സൂം ചെയ്യട്ടെ. അതാണ് ഈ പോർട്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇവിടെ നമ്മളിപ്പോൾ അതെ. ഷോപ്പുകളും തുറന്നില്ല വീക്കെൻഡിൽ. വീക്കെൻഡിൽ എല്ലാം ഫുള്ള് തുറക്കും. Attention, please choose the path. And രണ്ടെണ്ണോ stay alert, don't get hurt. Okay, എന്താ പറയുക, അപ്പോൾ ആവേശമാക്കിയിട്ടൊന്നും കയറണ്ട, അങ്ങനത്തെ സ്ഥലമല്ല ഇത് എന്നാണ് പറയുന്നത്. മെല്ലെ മെല്ലെ കയറിക്കോ. എന്താക്കാം, നമുക്ക് ലക്ഷ്യ സ്ഥാനത്ത് എത്തിയിട്ട് മെല്ലെ
ഇതൊന്നല്ല, ഇതല്ല അല്ലേ നേരെ പോക്ക്. അല്ല ഇത് ബോർഡുണ്ട്. ആ എന്ത് ചെയ്യിക്കാനാ ഇപ്പം തന്നെ കോലം നോക്ക്. ഓരോ വ്ളോഗ് ഇട്ട് ഉറപ്പല്ലേ. ഉറപ്പല്ലേ. പണ്ട് പറഞ്ഞില്ലേ എയ്ത്തുണ്ടേ ഇല്ല. ചിക്കൻ പുറപ്പെടുക്കില്ല അല്ലേ പറഞ്ഞ പോലെ കാത്തുന്നാലേ നമ്മൾ വരുമ്പോൾ എന്നുവെച്ചാൽ ഓല് ഇന്ന് ഫുൾ ഡേ പരിപാടി ആയിരിക്കും. അതെ തണുപ്പുള്ളതുകൊണ്ട് മൂക്കിന് തണുപ്പടിക്കുന്നില്ല. ഈസി പാഞ്ഞ് കാരി പോകുന്നുണ്ട്. നടന്ന ഒരു പേഴ്സൻ്റെ അയക്കണ്ടല്ലോ. ഇല്ലില്ല. മേലെ കയറുന്തോറും ഒരുപാട് ഷോപ്പുകൾ വഴിയരികിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വേണ്ട ബിസ്ക്കറ്റ്, വെള്ളം അതൊക്കെ അവിടെ നിന്ന് വാങ്ങാം. പരമാവധി സാധനങ്ങളൊന്നും കൊണ്ടുപോകാത്തതാണ് നല്ലത്. കാരണം വെച്ചാൽ മങ്കി തരംഗന്മാരുടെ ശല്യം നന്നായിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണ സാധനം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവർ വന്നിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു സാധനവും ബാഗും ഒന്നും എടുക്കാതെയാണ് ഹരിയർ ഫോർട്ട് കയറലും ഇറങ്ങലും നല്ലത്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ ഏകദേശം ഒരു 5-5:30 മണിക്ക് തന്നെ രാവിലെ മേലോട്ട് കയറി 9-10 മണിക്കൊക്കെ ഇറങ്ങുകയാണെങ്കിലും ഈ പറഞ്ഞ ശല്യം എത്രത്തോളം ഉണ്ടാവില്ല. കാറ്റുണ്ട്. അതൊക്കെ ആൾക്കാർ കയറി പോന്ന ഇതാണ് ആൾക്കാർ പോന്നില്ല. ഇനി ഏകദേശം 3-4 കിലോമീറ്റർ മേലോട്ട് നടക്കാണ്ട് അതിൻ്റെ തിരിഞ്ഞി കാണാൻ പറ്റും. കുറേ ആൾക്കാർ വെലിഞ്ഞ് കയറുന്നത്. കുറേ നേരമായിരുന്നു ഒരാടെ കുടുങ്ങി കിടക്കുന്നത് എനിക്കില്ല. ഓ അത് നടക്കട്ടെ. ബിസ്ക്കറ്റാണ് നമ്മൾ എനർജി. പാർലേജി ഇതാണ് നമ്മളെ എനർജി. ഇനിയും കാരണേ ഇവിടുന്ന് ഇതാണ് എവിടെ എത്തിക്കുന്നത്. ഇതാണ് എവിടെയാണുള്ളത്. എടാ അതെ, പുലിയും കാട്ടുതേറ്റയുള്ള സ്ഥലമായി. കാറ്റ് ഒന്നാമത് മരങ്ങൾ തടുത്തിട്ടാ കാറ്റെത്തുന്നില്ല. താഴെ
അമ്പിച്ച കൊക്ക. ഇത് പോരടാ എല്ലാം പറക്കും പാവ. നമ്മള് അയ്യ മലേന്റെ ഹൈറ്റിലെത്തി. ഇതന്നെ ഈ പ്രദേശത്ത് അത്രയും പറയൂ. ആ ഇപ്പൊ ഞങ്ങള് ഇന്ന് വീക്കെൻഡ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ഷെയർ ടാക്സി തന്നെ കിട്ടും. നിങ്ങൾ ചെയ്യുന്നേ? ആ ശരി. ഹരിഹർ ഫോർട്ട് സ്റ്റാർട്ടിങ് ഒരുപാട് ആരോ മാർക്ക് ഉണ്ടല്ലോ. ഇതെങ്ങോട്ടൊക്കെ അല്ലാളി? ഏതാ? അഫ്ഗാനി അല്ല, നഫ്ഗാനി അല്ലേ? അല്ല, നഖ്ഫാനി. ഇവിടുന്നാണ് ഇതിന്റെ സംഭവം തുടക്കം അല്ല? ഹരിഹർ ഫോർട്ടിന്റെ ഇപ്പൊ ഏകദേശം 3 കിലോമീറ്റർ നടന്ന് ഇനിയുണ്ട് 1.5 കിലോമീറ്റർ മേലെ ഒരു കൊടി വന്നത് മേലെ അവിടെയാണ് ഹരിഹർ ഫോർട്ട് അമ്പലം ഉള്ളത്. നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറണം അവൻ ആഗ്രഹിക്കുന്നത്. നോക്കൂല നോക്കലല്ല നോക്കലില്ല. പിന്നെ വേറൊരു കാര്യം, നാട്ടിൽ നിന്ന് തിരിഞ്ഞ് കളിക്കുന്ന ആൾക്കാരോട് നമ്മളെ കൂടെ പുറവുണ്ട്. നോക്ക ആരിഫ് ബ്രോ നേരെയും കാര്യതാ ഹരിഹർ ഫോർട്ടിലേക്ക്. വയനാട്ടിലായിരുന്നു ഇല്ല, വലിയ കുന്ന് മൊത്തം പച്ചപ്പ് കാറ്റ് എന്ന് പറഞ്ഞ് കളിക്കാണ്ട് നാട് വിട്ട് ഇറങ്ങി മക്കളെ കാണ്. ഓരോ സംസ്കാരം ഓരോരുത്തരെ കളികളും അതുകൊണ്ട് ഒരു പഠിക്കുന്നില്ലേ? കണ്ടിട്ടില്ല നമ്മളല്ലോ പോയ പറഞ്ഞവരെ. കയ്യിൽ വെക്കുന്ന വലിയ റിസ്കാ. നേരെ പൂനെയിൽ ഇറങ്ങി ബസ്സിന്. പൂനെയിൽ നിന്ന് ഷെയർ ഓട്ടോയിൽ നാസിക്കിൽ വന്നിറങ്ങി. നാസിക്കിൽ നിന്ന് വീണ്ടും ഷെയർ ഓട്ടോയിൽ മറ്റേ ട്രംബകേശ്വറിൽ ഇറങ്ങി. അവിടുന്ന് റൂം പിന്നെ ഷെയർ ഓട്ടോയിൽ വിടാം. അതന്നെ ആവില്ല, മറ്റേ ട്രെയിനായതുകൊണ്ട് മറ്റേ അതും മംഗളയാണ്. നാസിക്കിലേക്ക് എത്തും ചെയ്തില്ലേ? മംഗള നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കേട്ടാ. നമ്മുടെ നാട്ടിൽ പോകുന്ന വണ്ടിയാണേ മംഗള ഡെയിലി ഇല്ല, മറ്റേ ലക്ഷദ്വീപ് വടകര. എടുത്തരും സ്റ്റെപ്പ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. സ്റ്റെപ്പ് തുടങ്ങുവാള്ളൂ. കാണുന്നില്ല. ഹരിഹർ ഫോർട്ടിന്റെ ബേസിൽ അതല്ല കണ്ടോളാ, ഇങ്ങനെ കയറി തുടങ്ങുന്നുണ്ട്. ഓക്കെ, മേലെ നിന്നെല്ലാം കണ്ട ആൾക്കാർ ഇങ്ങനെ കുത്തനെയാണ് 90 ഡിഗ്രിയിൽ. ഓക്കെ, ഞാൻ തൽക്കാലം ഫോണില്ല. ഓക്കെ, നമ്മുടെ ജോലി കാര്യങ്ങൾ ഇനിയും കാര്യങ്ങളിലോട്ട് ഫലം പോയിസിന്റെ ഒന്നും പറയണ്ട. ഇത് വൺ ടൈം എക്സ്പീരിയൻസിന്റെ സ്ഥലം തന്നെ കേട്ടാ. ഓ ഡേഞ്ചർ ആണല്ലോ. അതായത് ലേലടാക്കിയ റോഡ് മാതിരിയുണ്ട്. ലേലടാക്കിയ റോഡ് മാതിരിയുണ്ട്. കറക്റ്റ് കേട്ടാ. അതിന്റെ ഒരു വാക്കബിൾ ഇത്
വേർഷൻ. Oh man. ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് സമീറ ഇതെടുത്തേക്കാ പോകുന്നേ. നമുക്ക് പോരാ, നമുക്ക് ഇത്ര പോരാ. ഈ ഒരു ഫോർട്ട് മേലോട്ട് കയറാൻ അത്ര പ്രയാസം ഉണ്ടാവില്ല, പക്ഷേങ്കിൽ മേലോട്ട് കയറുന്നതിനെക്കാട്ടും പ്രയാസം ഇറങ്ങാനാണ്. കാരണം വെച്ചാൽ മേലോട്ട് കയറാൻ അവിടെ ഒരു പിടിക്കാനുള്ളൊരു ഗ്രിപ്പ് ഉണ്ട്, പക്ഷേങ്കിൽ ഇറങ്ങുമ്പോൾ തിരിഞ്ഞ് തന്നെ ഇറങ്ങണം നിർബന്ധമാണ്. കാരണം വെച്ചാൽ 90 ഡിഗ്രി ചെരിവുള്ള ഒരു കയറ്റാണിത്. ഒരു നിമിഷം പിടിവിട്ട താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഷൂ നല്ല ഗ്രിപ്പുള്ള ഷൂ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. കയ്യിലൊന്നും കരുതരുത്. മങ്കി കുരങ്ങന്മാർ എല്ലാ ഭാഗത്തും കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. അത് വന്നുകൊണ്ടേയിരിക്കും. ഈസയിലേക്ക് കൈ ഒരു പിടുത്തത്തിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൈ വിട്ടിച്ച് ഒന്നും കളിക്കാനും പറ്റില്ല. ഒരു കൈ നല്ലതായിട്ടും ആ ഒരു സ്റ്റെപ്പ് ശ്വാസം മുട്ട ഞങ്ങൾ മേലെ എത്തിയിട്ടില്ല. അതിനിടയ്ക്കൊക്കെ ഷോപ്പുകളും കാര്യങ്ങളുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒത്ത തണുപ്പുമുണ്ട്, ശക്തമായ തണുപ്പില്ല, എന്നാലും നല്ല ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പ്. ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തില്ല. അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് അല്ലേ ഫൈനലി ഇനിയുണ്ടാ? അതാ അത് പ്രശ്നം, അത് വലിച്ചെടുത്തല്ലേ. നമ്മളെ താഴ്ന്ന് കണ്ട ഈ കൊടി ആ കാവിക്കൊടിയാണ്. മറ്റേ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ട്. വീഡിയോ ആയി. ഇനിയിപ്പോ ശരിയല്ലേ? ഒരു ഉറക്കം തുടങ്ങി വരില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി. പിന്നെ ഈ മങ്കിക്കും തിരിച്ചു മേലക്കാരനാ ഒരുപാട് അടിമേലാണ്. ഇനിതാ ഇവിടെ എത്തണം നമുക്ക്. ഞാൻ വിചാരിച്ച നേരത്തെ കൂടെ കണ്ടി ചാടിയാണ്. ബാക്കി ഇതിന്റെ ഫോർട്ടെല്ലാം പൊളിച്ചു, വേറെ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ കേരള ഫോർട്ടിന്റെ വാതിൽ മാത്രമല്ലേ അവിടെ ഉള്ളത്. വേറെ ഇതാണ് ഹരിഹർ ഫോർട്ട്. ഹരിഹർ ഫോർട്ടിൻ്റെ ഇപ്പോഴും കുളവും ഇതെല്ലാം ബാക്കിയുണ്ട്. ഫോർട്ടിൻ്റെ രാജാവ് കുളിച്ച കുളം, പിന്നെ ഇതാക്കിയ കുളമെല്ലാം ഉണ്ട്. അതെ, വേഗം വന്ന് കണ്ടോ. കാണുന്നല്ല, വേഗം വന്ന് കണ്ടോ. അത്രയും പറയാനുണ്ട്. ആ ഇത് അതിനുള്ളതാണ്. നാട്ടിൽ നിന്ന് പാലത്ത് നിന്ന് കളിച്ചോണ്ടൊന്നും കാര്യമില്ല. കാണ്ടി എല്ലാം കണ്ടാണ്. അതേനും സെമീർ സൈഫ് എല്ലാം കയറിയ കല്ലേന്ന് പറയുന്നത്. ആ എന്താ ചെയ്യാ, ഇറങ്ങി നമ്മളെ ചാടിയാവും നമ്മളെ ആ എയർപോർട്ട് താണ്ടിയ യാത്രികർക്കുള്ള സ്വീകരണം. വേറെ വേണം പ്രതിഷ്ഠ.
അതിലൂടെ പാടിടാ. ഹരിഹർഗഡ് ദർവാടി ദർവാടിയാ. നമ്മളെ കേദാർനാഥ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലമുണ്ടല്ലോ, അത് കുന്നിന്റെ മുകളിലാ. അതേ ഇടയിൽ പാകിസ്ഥാൻ പാറ്റ ബോർഡാ. പക്ഷെ ഇതിനും എന്താണ് ഒരുപാട് നടക്കാണ്ടേ, ദിവസങ്ങൾ നടക്കാൻ. കേദാർനാഥ് പോയി കളി എങ്ങനെയാണെങ്കിൽ ഇതിലെ കുരങ്ങന്മാരുടെ ശല്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ മേലെ എത്തിയപ്പോൾ കുരങ്ങന്മാരുടെ ശല്യം തുടങ്ങി. ബിസ്ക്കറ്റ് തട്ടിപ്പറിക്കാനും അതുപോലെ തന്നെ ബാഗുകൾ പരിശോധിക്കുന്നതൊക്കെ നമുക്ക് കാണായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. ആ മലയിൽ നിന്ന് 360 ഡിഗ്രി ചുറ്റുന്ന വളരെ കാഴ്ചയാണ്. മൺസൂൺ സീസണാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സമയം. ആ സമയത്ത് പച്ചപ്പും കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയാണ്. ഇവിടുന്ന് 360 ഡിഗ്രി നോക്കാൻ തന്നെ നല്ല രസമാണ്. ചുറ്റിലും മലനിരകൾ. നമ്മൾ ആ മലനിരകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് കാണിക്കുന്നതായിട്ട് ബാക്കിയെല്ലാം താഴെയാണ്. എത്രയോ മലനിരകൾ ഇവിടെ ഈ ഒരു ഘട്ടിലുണ്ട്. ചക്കൻ്റെ ബാഗ് തുറന്നു ചെയ്താ അത് വിട്ട് വേണ്ട. അതിന് ചങ്ങ ഫ്രണ്ട് കൊണ്ടുപോയി ബിസ്ക്കറ്റ്. ഈ ഹരിയർ ഫോട്ടോ വരുമ്പോൾ വലിയ പ്രശ്നമായിരുന്നു. മങ്കിയില്ല നടക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു. ടീക്കേ അപ്പോ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടല്ലോ. ഇതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ചെക്ക് പോസ്റ്റ് ബ്ലൂ കാറില്ലേ? അല്ല, ബ്ലൂ കാറില്ല, ബ്ലൂ ബിൽഡിംഗാ. റെഡ് റെഡ് കളർ. വിചാരിച്ചിട്ട് പെട്ടെന്ന് കയറി ഇറങ്ങിയാണ്.